ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് കുക്കിങ്, പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട്. ഇത് ബ്യൂട്ടി ടിപ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് എല്ലാ പെൺപിള്ളേർ ഉള്ള അമ്മമ്മ, പെൺപിള്ളേർ മാത്രമല്ല കേട്ടോ, ആൺപിള്ളേരുള്ള അമ്മമാർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പം ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൂടുതലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതെന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടൊക്കെ കാണുന്നവർ കണ്ടേച്ച് പോകുന്നൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ അടുത്തൊരു ബെല്ലിൻ്റെ ഒരു പടമില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യണേ. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാണെന്നറിയാമോ, ഒത്തിരി പേര് പറയാറുണ്ട് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ഒറ്റ പ്രാവശ്യം കാണാൻ പറ്റുന്നുള്ളൂ, പിന്നെ വീഡിയോസ് ഒന്നും കാണുന്നില്ല, അതിനെ വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ വെച്ചാൽ ചാനലിനകത്തൊരു ഇതിനകത്തൊരു കമൻറ്റിലൂടെയല്ല, അല്ലാതെ തന്നെ അറിയാതെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് കിട്ടുന്നില്ല എന്നെ നിൽക്കും. അപ്പം ഞാൻ ചോദിക്കും സബ്സ്ക്രൈബ് ചെയ്തോ, എന്നിട്ട് ചിലർ പറയും സബ്സ്ക്രൈബ് ചെയ്തില്ല, അറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും. അപ്പോൾ അങ്ങനെ അറിയാൻ മേലാത്തോണ്ടാണ് ഞാൻ പറയുന്നത്. പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന അതിന് തൊട്ടടുത്ത് സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കുന്നതിൽ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ബെൽ ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസ് ഇനിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു 1000 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി ഞാൻ കിടന്നപ്പെട്ട പാട് എനിക്കറിയാം. എനിക്കിപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ദൈവം അനുഗ്രഹിച്ച് ഞാൻ പ്രതീക്ഷയൊക്കെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഇത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നിർത്തിച്ച് ഞാൻ പോകുമെന്ന് വിചാരിച്ചൊരു പരിപാടിയാണ്. കാര്യം എന്ന് വെച്ചാൽ തുടക്കത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് എളുപ്പമുള്ള കാര്യം, വീട്ടിൽ ഇരുന്ന് നമുക്ക് വീഡിയോ ചെയ്താൽ മതിയല്ലോ, നമുക്ക് അതെടുത്ത് വെച്ച് ഇതെടുത്ത് വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലായത്. പക്ഷേ അന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാൻ മേല ഒരു 1000 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി ഒരു വർഷം എടുത്തെന്നുള്ളതാണ്. അതുപോലെ കഷ്ടപ്പെട്ട് ഞാൻ. പക്ഷേങ്കിൽ ഇപ്പം അതിനൊക്കെ ഒത്തിരി മാറ്റം വന്ന് ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പം നമ്മുടെ ഇനിയുള്ള വീഡിയോസൊക്കെ കാണുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ടിപ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല, എല്ലാം കൂടെ ചേർന്നൊരു ചാനലാണ് നമ്മുടേത്. വീട്ടുവിശേഷം കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്, വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യം. എൻ്റെ ഒരു ദിവസത്തെ ഞാൻ എന്നൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ആരും വീട്ടുവിശേഷം വേണ്ട എന്നൊന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആരായിരുന്നു എന്നോട് പറഞ്ഞത് കേട്ടോ, വീട്ടുവിശേഷം എനിക്ക് കാണണമെന്ന്. ഞാൻ ആളുടെ പേര് പറയാവേ. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടുവിശേഷം കൂടെ കാണണം എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അതും പറഞ്ഞ് ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്. അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല എന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ വേവിച്ചതും നല്ല അടിപൊളി അയലക്കറി കേട്ടോ. ഇത് ഇന്നലെ ഞാൻ വെച്ചതാണ്, തവിയൊന്നും ഇടാതെ മൂടി വെച്ചാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് കറി വെച്ചതാണ്. അപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അയല കപ്പ, അയലക്കറി നല്ല മുളകിട്ട് നല്ല അടിപൊളി കറിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് രാവിലെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഇവർക്ക് ഇഷ്ടമുള്ളത് രാവിലെ ഉണ്ടാക്കുക, അതാണ്. കപ്പയും മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം രാവിലെ കണ്ണൻ ട്യൂഷനൊക്കെ പോകാനായിട്ട് തുടങ്ങുന്നു. കണ്ണൻ കഴിച്ചൊക്കെ പോവുകയാണ്. അപ്പം നിങ്ങളോർക്കും കറിച്ചട്ടിയോടുകൂടി കൊണ്ടുവച്ചാൽ, മിക്കവർക്കും പഴയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഞാൻ ഈ കറിച്ചട്ടിയോടുകൂടി തന്നെ കൊണ്ടുവച്ചാണ് വിളമ്പുന്നത്. ഈ കറിച്ചട്ടിക്കകത്തുനിന്ന് വിളമ്പി എടുക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക സുഖമാണ്. അത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. കണ്ണനിപ്പോൾ കഴിച്ചിട്ട് പോകും, ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞേ കഴിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതുപോലൊരു ജീൻസ് മതി കേട്ടോ. ഇതുപോലൊരു ജീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കടയിലൊക്കെ പോയി 3/4 ഒക്കെ ആണെങ്കിലും മേടിക്കുന്നതൊക്കെ ഭയങ്കര വിലയാണ്. ഇല്ലെന്ന് ആരും പറഞ്ഞ നല്ലത് മേടിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം, നല്ല വിലയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഈ ജീൻസ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, പിള്ളേർക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നീളം കുറയുമ്പോഴത്തേക്ക് അവർ ഇടുകയില്ല, ഏതെങ്കിലും ഒരു മൂലയ്ക്കോട്ട് മാറ്റിയെടുത്തേ ഉള്ളൂ. പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യാതെ ഇറക്കം കുറയുവാണെങ്കിലും ഒക്കെ നമ്മൾക്ക് ഇത് നമുക്ക് 3/4 ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇറക്കം കുറയുന്ന ജീൻസൊക്കെ ഉണ്ട്, നമുക്ക് അവരുടെ അളവിന് വെച്ച് പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ സൂചി നൂലും. ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ എല്ലാവരും പറയുമോ ഞങ്ങൾക്ക് മെഷീൻ ഇല്ല അല്ലെങ്കിൽ തയ്ക്കണ്ടേ എന്നൊക്കെ. അതൊന്നുമില്ല, ചുമ്മാ നമ്മൾ അതിൻ്റെ അടിവശം കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ പക്ഷേ ഇതിൻ്റെ അടിവശം കട്ട് ചെയ്ത് വിട്ട് സൂചി നൂലൊന്നുമില്ല, ചെറിയ നമ്മൾ ഈ നൂലിങ്ങനെ എഴുതുന്നത് കിടക്കത്തില്ലേ, അങ്ങനെ ചെയ്യും. നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു ഇച്ചിരി ഈ കീറിയ സൈസൊക്കെ മോഡലൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ പിള്ളേർക്ക്
പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നമുക്കിത് വർക്ക് ചെയ്യാം. നമുക്ക് വലിയ പാടൊന്നുമില്ല, മെഷീനൊന്നും വേണമെന്നില്ല. നമുക്കത് ആ നൂല് നമുക്കിങ്ങനെ അഴിച്ച് അതിനകത്തിട്ട് അത് നോക്കുമ്പോൾ കീറിയമാരി കിടക്കുകയും ചെയ്യും, കാലോട്ട് കാണത്തുമില്ല. എന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇതാകാതിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ജീൻസ്, എൻ്റെ പഴയ നൈറ്റികൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ അച്ചുവിന് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യം. കണ്ണട ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവൻ്റെ പാൻറ്റ് ജീൻസൊക്കെ വെച്ച്. അപ്പം ഇനിയിപ്പം നമ്മൾ ഇപ്പം പിള്ളേരുടെ തന്നെയല്ല, നമ്മുടെ വീട്ടിലെ കെട്ടുകാന്മാരുടെ ആണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇച്ചിരി എങ്ങാനും ഒന്ന് സൈഡൊന്ന് ഒതുക്കി കൊടുക്കേണ്ടേ വരത്തുള്ളൂ, ഒത്തിരി ഒതുക്കി കൊടുക്കേണ്ടി വരത്തില്ല. ഒരു ഇച്ചിരി അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു കൈ തയ്യലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഒന്ന് ചെയ്താൽ മതി. സൈഡ് ചെറുതായിട്ടൊന്ന്, പിള്ളേരുടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യേണ്ട, സൂചി നൂലും ഒന്നും വേണ്ട, നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ കാണിക്കാവേ. അപ്പം നമുക്ക് ഇറക്കം അനുസരിച്ച്, ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഒരുപാട് ഇറക്കമൊന്നും വേണ്ടല്ലോ. ഇറക്കാതെ ഇവിടെ കൂടുതലും വീട്ടിലാണ് ഇങ്ങനത്തെയൊക്കെ ഇടുന്നത് കേട്ടോ. നിക്കർ പോലത്തെ സൈസൊക്കെ വീട്ടിലാണ് ഇടുന്നത്. പുറത്തോട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് പോകത്തില്ല. പക്ഷെ നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്തെടുത്താൽ നമുക്കിത് വെളിയിലും ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ജീൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കീറി പോവോ അല്ലെങ്കിൽ അഴുക്കാതിപ്പിച്ചത് നരച്ചെന്ന് പറഞ്ഞാലും അതും ഒരു ഫാഷനാണ് ജീൻസ്. അപ്പോൾ നമുക്കത് പുറത്തോട്ട് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഒരു ജീൻസ് മതി കേട്ടോ, നമുക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു വെച്ച് അപ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്കിതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വെച്ച് വെട്ടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇത് എങ്ങനെയാണ് ഞാൻ വെട്ടിയെടുക്കുന്നതെന്നും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഒരു 3/4 ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ നോക്കേണ്ടത് കറക്റ്റ് നമ്മളിതിൻ്റെ സൈഡെല്ലാം കറക്റ്റായിരിക്കണം പിടിച്ചു വെക്കുന്നത്. കറക്റ്റ് ഇതിലേ വെക്കാവുള്ളൂ. അല്ലാതെ ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയൊക്കെ ഇരുന്നാൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരെണ്ണം കയറി ഇറങ്ങിയിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ഇറക്കം അളവെടുക്കുവാണേ. ഇതിൻ്റെ ഇതിൽ 22 മതി, നമുക്ക് അത്ര ഇറക്കം മതി. അപ്പം 22 എടുക്കുമ്പോഴത്തേക്ക് 22.5 നമ്മൾ എടുക്കണേ. ഞാൻ ഇതിനൊരു ചോക്കൊക്കെ എനിക്കുള്ളതാണ് വരയ്ക്കാനായിട്ട്, അതൊക്കെ ഞാൻ എടുത്തില്ല. 20 ഇത്രയും നീളം വരുന്നുണ്ടേ, 22.5 വരുമ്പോഴത്തേക്ക്. അപ്പം നമ്മളിത് ഇങ്ങനല്ല, ഇനി മെഷീനെ വെച്ച് തയ്ക്കാനാണെങ്കിൽ ഇപ്പം നമുക്ക് 22 വേണ്ടെങ്കിൽ നമ്മളൊരു 23 എടുക്കണം. കാര്യം നമ്മൾ മടക്കി തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് 22 നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എന്നിട്ടൊരു സ്കെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരച്ച് വെച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാര്യം നമുക്ക് വെട്ടാനൊരു കറക്റ്റ് ലെവൽ കിട്ടും. അല്ലെ നമ്മൾ മെഷീനെ വെച്ച് തയ്ക്കുന്നില്ലല്ലോ ഇത്. എന്നിട്ട് ഇതുപോലെ സൈഡ് അടിവശം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. സൈഡിന് ഇച്ചിരി കട്ടി കൂടുതലുണ്ടായിരുന്നേ, അതാ പിന്നെ ഞാൻ രണ്ടായിട്ട് ഇതായിട്ട് മുറിച്ച്. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഇത് ഒരു 3/4 ആയി കഴിഞ്ഞു. ഇത് കണ്ടോ ഇറക്കം. ഇനി ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഫാഷനായിട്ട് പിള്ളേർക്കൊക്കെ ഇപ്പം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഓ ജീൻസ് മുറിച്ചാണെന്നറിയാം എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് മെഷീനെ വെച്ച് തയ്ച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി ഇതിനകത്തേക്ക് വെച്ച് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. പക്ഷേ അതിനേക്കാളും നല്ലതായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് എന്നതിലൊക്കെ ഫാഷനായിട്ട് ഇത് ചെയ്തു വെക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സൂചി നൂലും അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അങ്ങനെയല്ലാതെ ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ കീറൽ നമുക്ക് ആക്കാം. അപ്പോൾ അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഇപ്പം കീറലാക്കുമ്പോൾ ഇതിനകത്തൂടെ നമ്മൾ കൈയിട്ട് ഇവിടോട്ട് എന്നേലും ഒന്ന് കട്ട് വെച്ചിട്ട് വേണം, ഒരു ബ്ലേഡ് കൊണ്ടോ കത്രി കൊണ്ടോ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തേച്ച് ഞാൻ തന്നെ ഇതിൻ്റെ ഇവിടെ നൂലെടുക്കുന്ന ഞാൻ കാണിക്കുന്നുണ്ടേ. അതുപോലെ നമ്മൾ അതിൽ ഇങ്ങനെ നൂലെടുത്തിട്ടെങ്കിൽ ഉണ്ടല്ലോ, ആ നൂലിങ്ങനെ അവിടെ കിടക്കുകയും ചെയ്യും, അത് കീറിയതായിട്ട് തോന്നുകയും ചെയ്യും. നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ കാണാനായിട്ട്. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ കീറിയതൊക്കെ സൈസൊക്കെ ഇടുന്നതാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും കീറുന്നൊന്നുമില്ല. ഇതിപ്പോൾ അച്ചുവിന് വേണ്ടിയാണ് ഞാൻ തയ്ക്കുന്നത്, അവർക്ക് ഇഷ്ടമല്ല ഇവിടെ ഒന്നും ഇങ്ങനെ കീറിയൊന്നും അങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും കീറുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ നല്ല ഒരു ഭംഗിയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ആക്കിയെടുക്കുവാണേ. അപ്പോൾ നമുക്ക് സൂചിയും നൂലും ഒന്നും ഇതിനാവശ്യമില്ല. ഇതിനിപ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ കത്രികയോ അല്ലെങ്കിൽ നമുക്ക് കോമ്പസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിള്ളേരൊക്കെ വീടുകളിൽ കോമ്പസ് കാണുമായിരിക്കും, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയാണേലും മതി കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇവിടുന്ന് എങ്ങനെ ഇതെടുക്കുന്നതെന്ന് കാണിച്ചു തരാവേ.
ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ആദ്യം എടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു കോമ്പസ് ആണെങ്കിൽ മതി. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് ആയത് അത് പോറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ന്യൂസ് പേപ്പർ എടുത്തേക്കുന്നത്. ഇതുണ്ട്, ആദ്യം നമ്മൾ ചിലപ്പോൾ ഇത് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് കണ്ടോ നൂല് നമുക്ക് കുറേശ്ശെ കിട്ടും. ഇങ്ങനെ ഈ നൂല് നമ്മൾ ഊരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് അറിയാൻ പറ്റത്തില്ലായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ നൂല് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ നമുക്ക് ഊരി കിട്ടും കേട്ടോ. കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇച്ചിരി ചേർത്ത് വെച്ച് കാണിച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരെണ്ണം നമുക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ നൂലിങ്ങനെ ഊരി എടുക്കുക. അതിനിപ്പോൾ ഒരു സൈഡിൽ നിന്നായാലും കുഴപ്പമില്ല, എവിടെ നിന്നായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു സൈഡിൽ നിന്ന് നമ്മളെടുത്ത് വന്നാലും നമുക്ക് എവിടെ നിന്നാണ് എടുക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. ഞാൻ സൈഡിൽ നിന്നോ എനിക്ക് എൻ്റെ സൗകര്യം അനുസരിച്ചാണ് എടുക്കുന്നത്. സൈഡിൽ നിന്നാണെങ്കിലും നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ എടുക്കാം. അടിയെന്ന് വേണം നമ്മളിങ്ങനെ തോണ്ടി എടുക്കാനായിട്ടേ. അടിയെന്ന് വെച്ചാൽ താഴെ നിന്നുള്ള നൂല് തൊട്ട് വേണം നമ്മൾ ഇങ്ങനെ പതിയെ ഇതാക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഒരു സൈഡിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങി പോകുന്നുള്ളൂ. ഇതുണ്ടോ, ഇതിങ്ങനെ വലിച്ച് എടുക്കുന്നത്. ഒത്തിരി മുറുക്കിയിട്ട് വലിക്കരുത്. ജീൻസിൻ്റെ നൂലാണ്, നല്ല ബലമുള്ള നൂലാണ്. കൈയൊക്കെ മുറിയരുത് നൂലിട്ട് വലിക്കുമ്പോൾ. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതുണ്ട്, ഇപ്പം തന്നെ ഇതിൻ്റെ അടിവശത്തിനൊരു ചെറിയ മാറ്റം വന്ന്. ഇത് കണ്ടോ, ആ നൂല് പോലെ നിൽക്കുന്ന കണ്ടോ, അങ്ങനെ വരും. നമുക്കിനി ഇത് ബാക്കിയും കൂടെ നമുക്കൊന്ന് കുറേ ഞാനിത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് തുടക്കം ഞാൻ കാണിച്ചു തന്നല്ലോ. നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അന്നേരമൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ. ഇച്ചിരി നമുക്കിത് വലിയ ബോറടിയൊന്നും തോന്നില്ല. എനിക്ക് പക്ഷേ വലിയ ബോറടിയൊന്നും തോന്നത്തില്ല കേട്ടോ. ഇങ്ങനെ നൂലെടുത്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അന്നേരം നമുക്ക് ഭയങ്കരമായിട്ടും ഒരു ഇൻട്രസ്റ്റ് തോന്നും നമുക്കിത് വീണ്ടും ചെയ്യാനായിട്ട്. വേണ്ട, ഇതിനി കുറച്ച് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് ഞാൻ ഇച്ചിരി എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങ് വരെ നമുക്ക് പെട്ടെന്ന് അങ്ങ് കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് നൂലൊന്ന് എടുത്ത് കാണിക്കാവേ. ഇത് കണ്ടോ, അപ്പോൾ ഞാൻ ഇത്രയും നൂലിങ്ങനെ ഇത്രയും എടുത്ത് അന്നേരം തന്നെ അതിൻ്റെ ഒരു ഭംഗി കണ്ടോ. നമുക്കിനിയിപ്പം എത്ര വെച്ച് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ച് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം. വരച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ലെവലിന് തന്നെ നമുക്ക് എടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പം ഒരു സൈഡിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ചെയ്യണമെന്നറിയാം. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ ഈ വരയുടെ അവിടം വരെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തേക്കണം. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത്. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നൂലെടുക്കാമെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് നൂലിങ്ങി പോരും. കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഈ മുറിക്കുന്നത്? ഇത് കണ്ടോ, ഇതുപോലെ മുറിച്ച് എടുത്തേക്കുവാണ്. എന്നിട്ടിങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് ഞാൻ ഇതിപ്പോൾ ആ പേപ്പർ മാറ്റി വെച്ചെന്നറിയോ, നമ്മുടെ പഴയ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ജീൻസില്ലേ അതിൻ്റെ തുണി ഇതിൻ്റെ അടിയിലോട്ട് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പം നമുക്കിങ്ങനെ എടുക്കാം. ആ തുണി ഇപ്പോൾ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കണ്ടോ, പെട്ടെന്ന് നമുക്കിത് എടുക്കാം കേട്ടോ. ഒത്തിരി താമസമൊന്നുമില്ല. നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് എനിക്കറിയാം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നൂലിങ്ങനെ കിടക്കാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മളിതുപോലത്തെയൊക്കെ മേടിക്കാൻ ചെന്നാൽ നല്ല വിലയുമാണ്. ഇതുണ്ടോ, കയ്യെ കോമ്പസ് കൊള്ളല്ലോ കേട്ടോ. കോമ്പസോ നിങ്ങൾ എന്നെ എടുക്കുന്ന വെച്ചാൽ അത് കയ്യെ കൊള്ളാതെ വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ഇതെടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ ഞാനും പതിയായിരുന്നു ചെയ്ത് കയ്യെ കൊള്ളുമെന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് കണ്ടോ, നമുക്കിങ്ങനെ നൂലിങ്ങനെ എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കീറിയിട്ടേക്കുന്നുണ്ട്. പക്ഷേ ആ കീറിയിട്ടേക്കുന്നത് നമ്മൾ ഈ നൂലെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അറിയല കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഞാനിതങ്ങനെ കീറിയതാണ്, അറിയത്തതേ ഇല്ല. ഇത് കണ്ടോ, ഇവിടെ ഇച്ചിരി കൂടെ എടുക്കാനുണ്ട് ഈ സൈഡ്. അതും കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അറിയത്തതേ ഇല്ല. ഇവിടെ ഇങ്ങനെ കീറി ഇട്ടെടുത്ത് ഇങ്ങനെ കത്രി കൊണ്ട് കട്ട് ചെയ്താന്ന് അറിയത്തേ ഇല്ല. നല്ല ഇതായിട്ട് തന്നെ കിടക്കും. ചില ജീൻസിൻ്റെ നമുക്കുണ്ടല്ലോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതിങ്ങ് മുഴുവനും പോരും, പെട്ടെന്ന് ഇങ്ങ് പോരും. ചിലത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത്ര ഇതായിട്ട് കിട്ടത്തില്ല. പക്ഷെ അന്നേരം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, നൂല് നമുക്ക് നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നൂലിങ്ങനെ ഇതിനേക്കാൾ കൂടുതൽ നീളത്തിലിരിപ്പുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ലാസ്റ്റ് ഞാൻ അങ്ങനെ നീണ്ട് നിൽക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്യത്തുള്ളേ. ഒരേ ലെവലിലും കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന കാണിക്കാനായിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ വന്നതാണ് കേട്ടോ വീഡിയോയിൽ. നമുക്ക് വീട്ടമ്മമാരെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണ്. നമുക്ക് വീട്ടിൽ എന്നാ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് ഇച്ചിരിയൊക്കെ സമയങ്ങൾ കിട്ടും. പകൽ കിടന്ന് നമ്മൾ ഉറങ്ങാതൊക്കെ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആകും, നമുക്ക് എത്ര ലാഭിക്കുകയും ചെയ്യാം. ഏതൊരു വീട്ടമ്മമാരും പൈസ എവിടെ ലാഭിക്കാമെന്നല്ലേ നോക്കുന്നത്. ജോലിയുള്ളവരാണെങ്കിൽ പോലും അവരത് ഒരുപാട് ചിലവാക്കാതെ, ആവശ്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കണം, വേണ്ടാന്നല്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തങ്ങ് എടുക്കണം. നല്ല ഭംഗിയുണ്ടല്ലോ ഇതുണ്ട്. ഇതുപോലെ ഇങ്ങനെ നൂല് നമുക്കിതിൽ നിന്ന് മോശമായിട്ട്, ഇതിന് പ്രത്യേകിച്ച് തയ്യലോ ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ തയ്യലറിയാൻ മേലെന്നോ അതിന് യാതൊരു, ഒരു പേപ്പർ കട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണോ ഇത് വെട്ടിയെടുക്കാൻ പറ്റും. അതുപോലെയുള്ള, അല്ലാതെ വലിയ തയ്യക്കാരായിരിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് വലിയ ഫാഷൻ അറിയാവുന്നവരായിരിക്കണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ്. ഞാൻ ഇതൊക്കെ സ്വന്തമായിട്ട് എൻ്റെ ഇതിലിട്ട്, അല്ലാതെ ആരും ചെയ്യുന്ന കണ്ട് ചെയ്തൊന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ എൻ്റെ സാരിയുടെ തുമ്പയിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ നൂല് കെട്ടുമായിരുന്നു സാരിയുടെ തുമ്പയിൽ. അപ്പം അതുപോലെ ഒരു ദിവസം ഞാൻ ഓർത്ത് ഈ ജീൻസിൻ്റെ ഇങ്ങനെ ചെയ്താൽ, അപ്പം ചേട്ടൻ്റെ കുറേ ജീൻസൊക്കെ പഴയതൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഒന്നെങ്കിൽ ആരെങ്കിലും വരുമ്പം കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തു, ചേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ ഇതിൻ്റെ അടിവശം അടിച്ചെടുത്താൽ വീട്ടിൽ ഇടാൻ നല്ലതല്ലേ എന്ന് പറഞ്ഞ്, പിള്ളേർക്കത് ചേരുമല്ലോ എന്നുണ്ടോ. അന്നേരം ഞാൻ ഓർത്തു അടിച്ചിട്ടാലൊരു ഇങ്ങനെ പടി പോലെ നമുക്കത് ജീൻസ് കട്ട് ചെയ്താൽ നമുക്കറിയാൻ പറ്റും, തോന്നും നമുക്കങ്ങനെ. നമ്മൾ മേടിച്ചതിൻ്റെ അത്ര ഒരു സ്റ്റിച്ചിങ് ഫിനിഷ് ആകത്തില്ല. അവരുടെ മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ സൈസൊക്കെ ലോക്കിടുന്ന മെഷീനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ അല്ലേ, നമ്മുടെ സാധാ മെഷീനല്ലേ. അന്നേരം ഞാൻ ഇങ്ങനെ ഓർത്ത് തയ്ക്കൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താലെങ്കിലും ഓർത്ത്. പക്ഷെ അന്നെടുത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ചെയ്തു കേട്ടോ, മുഴുവൻ ചെയ്തിട്ടില്ല. കാര്യം സമയം കിട്ടുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ വേറെയും ജോലിയൊക്കെ ഉണ്ടല്ലോ, അടുക്കള ജോലിയുണ്ട്, പിള്ളേരായാലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടെ ആയിട്ട് വ്യത്യാസം കാണാം കേട്ടോ. ആ ഭംഗി കുറവും കൂടുതലും കാണാം. അപ്പം ഇതുപോലൊക്കെ ചെയ്താൽ നല്ല ഇതാണ് കേട്ടോ. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പഴയ നൈറ്റി കാര്യങ്ങളൊക്കെ അച്ഛനൊക്കെ തയ്ച്ചു, എൻ്റെ ചുതാൻ്റെ ടോപ്പുകൾ അവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതൊക്കെ പിന്നെ മെഷീൻ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. മെഷീനിൽ തയ്ച്ച് നമ്മളതൊക്കെ, എനിക്ക് പഴയ ഒരു മെഷീനുണ്ട്, അതിലാണ് ഞാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ നമുക്ക് മെഷീനും വേണ്ട, ഒന്നും വേണ്ട, സൂചി നൂലും ഒന്നും വേണ്ട, ഒന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇരിക്കുന്നവരാണല്ലോ കൂടുതൽ ഈ വീട്ടമ്മമാർ. നമ്മൾ ഈ ചോറും കറിയും മാത്രം വെച്ച് ചിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തന്നെ ബോറടിക്കും ഇല്ലേ. ദിവസം രാവിലെ എണീറ്റ് ചോറ് വെച്ച് കറി വെച്ച് പാത്രം കഴുകി അന്നത്തേക്കുള്ള പരിപാടി അന്ന് തീർന്നു. പിറ്റേ ദിവസവും നേരം വെളുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ശരിക്കും ബോറടിക്കും. അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ
പച്ചക്കറി കൃഷി, ചെടികൾ, പിന്നെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ മക്കൾ ഇട്ടുകൊണ്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്, ഞാൻ ചെയ്തതാണല്ലോ എന്നിട്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്കത് ഇഷ്ടമാണ് കേട്ടോ. ചില കുട്ടികളാണെങ്കിൽ ഒന്നും പറയത്തില്ല, പക്ഷേ ഇവിടെ ഇവർക്ക് പ്രത്യേകിച്ച് അച്ചു ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണെങ്കിൽ അവൾ നല്ലതെന്ന് പറഞ്ഞ് ശരിക്കും അവൾ അത് ആസ്വദിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫുഡൊക്കെ ആണെങ്കിലും എല്ലാം അതെ. അപ്പം ഇതിപ്പോൾ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് തയ്ക്കുന്നത്. കണ്ണനും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അവനിങ്ങോട്ട് ഓവർ ആക്ടിങ് അറിയും. ഓവർ ആക്ടിങ് എന്ന് പറയാനല്ല, പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ബാബുച്ചൻ്റെ സൈസ് ഒരു സ്വഭാവമാണ്. ബാബുച്ചൻ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അതേ സ്വഭാവം തന്നെ അവന്. അവനൊന്നും ഇങ്ങനെ പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ അച്ചു അങ്ങനെയല്ല. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൾ അതുപോലെ തന്നെ പ്രകടിപ്പിക്കാൻ അവർക്കറിയാം. അപ്പം ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ കോമ്പസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കോമ്പസ് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്ക് കോമ്പസ് കൊണ്ട് ചെയ്യുന്നതാണ് എളുപ്പം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ഒരു പിന്നു കൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ. സേഫ്റ്റി പിന്നു കൊണ്ട് ഇച്ചിരി പാടാണ്. ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് പറ്റിയിട്ടില്ല കേട്ടോ. ഒരു ഇത് കുത്തിയെടുക്കുമ്പോഴത്തേക്ക് അത്ര ഒരു ബലം കിട്ടത്തില്ല. ഇങ്ങനെ ഇതുപോലെ ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ബലം കിട്ടും. നമുക്കൊന്ന് വലിച്ചിങ്ങനെ എടുക്കാനായിട്ട്. മറ്റേത് അത്ര കൊണ്ട് ബലം കിട്ടത്തില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കത്രിക കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇടവിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ അത് കട്ട് ചെയ്തൊന്നും നമുക്കിതിനകത്ത് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചില്ല നൂലിട്ട് കിടക്കുന്നത്, കാണിക്കാം അതിനിപ്പോൾ പറയാം. അല്ലെ കാണിച്ചേച്ച് പറയാം, അതാകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടോ നല്ല ഭംഗിയില്ല. അതേ സമയം തന്നെ ഈ സൈഡ് കണ്ടോ, അത് ഞാൻ കാണിക്കാതെ നല്ലപോലെ വീഡിയോ കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫോണൊന്ന് സെറ്റായിക്കോട്ടെ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നൂല് വന്ന് കിടപ്പുണ്ട്. നമ്മളിങ്ങനെ തൂക്കുമ്പം ചില നൂലുകളൊക്കെ ഇങ്ങനെ പോരും കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെയൊക്കെ നൂല് കിടപ്പുണ്ട് ഞാൻ ചെയ്തതിൻ്റെ. ഇതുപോലെ കുറച്ച് നൂലൊക്കെ പോരും. ബാക്കിയുള്ളത് നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ശരിക്കും ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നൂത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പസ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ വെച്ച് ഇടയ്ക്ക് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതും എല്ലാം വെളിയിൽ പോരും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കത്രിക എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് വിടുക. ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ നീണ്ടു കിടക്കുന്ന എല്ലാം അങ്ങ് പൊക്കോളും. കണ്ടോ, ഇപ്പം എല്ലാം ഒരേ ലെവലായി നല്ല ഭംഗിയായിട്ടുണ്ട്. എന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇച്ചിരി ഇതായിട്ട് കിടക്കുന്ന നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ കാര്യം ഈ നൂലിങ്ങനെ ഇട്ടാൽ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇച്ചിരി വലുതായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നീളക്കൂടുതൽ തോന്നുക. ഇത് കണ്ടോ, പിന്നെ രസമാണ് നോക്കിയാൽ കണ്ടോ. ഇതിങ്ങനെ ഈ നൂല് തന്നെ ഇങ്ങനെ നമ്മൾ ആ നടുക്കൂടെ ഇങ്ങനെ കത്രി കൊണ്ട് കണ്ടിച്ച് ചെല്ലെടുത്തേ അതൊന്നും ഒരു വിടവോ ഒന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ പിള്ളേർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ നൂലിങ്ങനെ നല്ല ഇതായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. നല്ല ഭംഗിയാണ്. കാരണം ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഇങ്ങോട്ട് കയറ്റി നൂലെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല അരികെ ചെറുതായിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴാണ് ഇച്ചിരിയുടെ ഭംഗി തോന്നിയിട്ടുള്ളത്. അവരിട്ടുകൊണ്ട് നടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ ഈ അടിവശം കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് നമ്മൾ ചെയ്യാത്ത ഭാഗം കണ്ടോ. അങ്ങനെ അത് മടക്കി അടിച്ചാലും ഇത്രയും ഒരു ഭംഗി കിട്ടുകയില്ല കേട്ടോ. ഇത്രയും ഭംഗി കിട്ടത്തില്ല ഒന്ന് മടക്കി അടിച്ചാലും. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നവർ തന്നെ ഇരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, അത്ര വലിയ ഭംഗി തോന്നത്തില്ല നമുക്ക് കണ്ടാൽ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് സൂചിയൊന്നും ഇല്ലാതാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിത് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും ചെയ്തു. ഇനി ഇത് ഉച്ച കഴിഞ്ഞ് ഞാൻ വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ഞാനിങ്ങനെ കുറേശ്ശെ സെറ്റാക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു നേരമ്പോക്കും ആകും, നമ്മുടെ മനസ്സിനും ഒരു ചേഞ്ചൊക്കെ ആകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ഇപ്പോൾ കുഞ്ഞു പിള്ളേരെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ കേട്ടോ. കുഞ്ഞു മക്കളില്ലേ, അവിടേക്ക് നമുക്ക് ഒത്തിരി വർക്ക് അത് ചെയ്യാൻ പറ്റും. കാര്യം ഒരു കുഞ്ഞു പിള്ളേർ ഇപ്പോൾ വലിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ മേളിലോട്ടൊക്കെ, ആൺപിള്ളേർക്ക് കുഴപ്പമില്ല, പെൺപിള്ളേർക്കൊക്കെ മേളിലോട്ട് ഇച്ചിരി കീറിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇവിടെ അച്ഛനൊന്നും ഇഷ്ടമല്ല കേട്ടോ. എല്ലാ കുട്ടികളും അങ്ങനെയല്ല, ഇഷ്ടമുള്ളവർ കാണുമായിരിക്കും. പക്ഷെ അവൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. കീറിയിട്ടാലും അവൾ പറയും കാലൊന്നും കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതുകൊണ്ട് അവൾക്ക് താല്പര്യമില്ല. പിന്നെ അവന് ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണനതൊന്നും പ്രശ്നമൊന്നുമില്ല, അവൾക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമൊന്നും അല്ലാത്തതുകൊണ്ട് ഇത് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്, ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പം കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. അവരുടെ ഇതിലൊക്കെ ഇങ്ങനെ കീറി കിടക്കുന്ന പോലെ ഒക്കെ. എന്നിട്ട് അതിലെ നൂലിങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ നൂലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്.
അപ്പോൾ പഴയ ജീൻസൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ജീൻസൊക്കെ പെട്ടെന്ന് ചെറുതാകും ഇല്ലേ, പെട്ടെന്ന് തന്നെ ചെറുത്. പക്ഷെ നമ്മൾ അന്നേരം ഓർക്കാതെ എടുത്ത് കളയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ഈ ജീൻസ് എന്ന് പറഞ്ഞ ഗുണം ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് കീറിപ്പോകുന്ന സാധനമല്ല. പിന്നെ അത് ഇച്ചിരി നരച്ചാലും അതൊരു ഫാഷനാണ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതുകൊണ്ട് ഇപ്പോൾ ഒരു 3/4 തയ്ച്ചാലും അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കത്തുള്ളൂ. ആരും അത് അയ്യേ എന്ന് വെക്കത്തില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെൺപിള്ളേർക്ക് ആൺപിള്ളേർക്കൊക്കെ നമുക്കിത് തയ്ച്ചിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. വീട്ടുവിശേഷം ഇഷ്ടമാണെന്ന് പറഞ്ഞ ആടെ പേര് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിലൂടെ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ.